ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് ഒരു ഹോൾ കോയിൻസിൻ്റെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഹോൾ വരുന്ന നാണയങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു ഹോൾ കോയിൻ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഹോൾ കോയിനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു ഹോൾ കോയിൻ നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു നാണയമാണ് ഹോൾ കോയിൻ. അപ്പോൾ ഈ ഒരു നാണയം ഒരു സ്റ്റേറ്റിലെ നാണയമാണ്, അതായത് ഇന്തോനേഷ്യ സ്റ്റേറ്റിലെ പാലോം ബോങ് സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റിലെ നാണയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. എൻ്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെ നാണയമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്തോനേഷ്യൻ സ്റ്റേറ്റിലെ പാലോ ബോങ് സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റിലെ നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 1 പിറ്റിസ് എന്നാണ്. ഈ ഒരു നാണയം 1200 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു നാണയം നിലവിലുണ്ടായിരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 0.47 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 18.5 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പും സെൻറ്ററായിട്ടൊരു ഹോളും വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും, റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പും സെൻറ്ററായിട്ടുള്ളൊരു ഹോളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ളൊരു എഡ്ജാണ്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും, ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് വരുന്നത്, പ്ലെയിൻ ആയിട്ടുള്ളൊരു എഡ്ജാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറബിക് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അറബിക് ലെറ്ററിൽ ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തിൻ്റെ സ്റ്റേറ്റും ആ ഒരു സ്റ്റേറ്റിൽ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരുമാണ് ഇവിടെ അറബിക് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ലെറ്റർ എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നാണയത്തിൻ്റെ പുറകുവശം നോക്കി കഴിഞ്ഞാൽ പ്ലെയിൻ ആണ്, ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. രണ്ട് നാണയങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് നാണയങ്ങളും പ്ലെയിൻ ആണ്, പുറകിൽ ഒരു കാര്യങ്ങളും ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ മുൻവശം പുറകുവശം വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് അറബിക് ലെറ്ററാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പേരും ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ഇന്തോനേഷ്യൻ സ്റ്റേറ്റിലെ ഈ ഒരു നാണയം 1 പിറ്റിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 100 രൂപ മുതൽ, നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 100 രൂപ മുതൽ 200 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഹോൾ കോയിൻസൊക്കെ കളക്ഷൻ തീമാറ്റിക് ആയിട്ട് ഒരുപാട് പേര് കളക്ഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് ഹോൾ കോയിൻസ് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയം മേടിച്ച് നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യുക. വളരെ വിലക്കുറവാണ്, നമുക്ക് വിലക്കുറഞ്ഞ രീതിയിൽ കിട്ടും. എൻ്റെ കളക്ഷനിൽ 2 നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് 2 നാണയങ്ങളും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത നാണയങ്ങളാണ്. അപ്പോൾ ഇന്തോനേഷ്യ സ്റ്റേറ്റിലെ 1 പിറ്റിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ 100 രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 200 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയത്തെക്കുറിച്ചുള്ള ലെറ്റേഴ്സിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി സെർച്ച് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.